എക്സാമിന്റെ ടെൻഷനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെ, നമുക്കിനി വളരെ കുറച്ച് നമ്പർ ഓഫ് ഡേയ്സ് മാത്രമേ എക്സാമിന്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ളൂ. സോ അധികം സമയം ഞാൻ കളയുന്നില്ല. നിങ്ങൾ ഇപ്പം റിവിഷനൊക്കെ തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളുകൾ ഏകദേശം ഒരു 15 ദിവസം മുമ്പ് റിവിഷൻ തുടങ്ങും അല്ലേ? സോ റിവിഷനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റിയലൈസ് ആവും. അതിലൊന്നാണ് 100% ഓഫ് എവറിത്തിങ് പഠിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ? ഇല്ല, അത് നിയർ ഇമ്പോസിബിൾ അല്ലേ? വളരെ പറ്റുന്ന ആളുകളുണ്ടാവും, ബട്ട് മെജോറിറ്റിക്കും അത് പറ്റാറില്ല. അതായത് നമുക്ക് എല്ലാ ചാപ്റ്ററും പഠിച്ച് അതിൻ്റെ ഫുള്ള് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഫുൾ RTP MTP എല്ലാം നോക്കി മോക്ക് ടെസ്റ്റുകൾ എഴുതി എല്ലാം സെറ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു 1.5 day ഗ്യാപ്പ് വരുന്ന സമയത്ത് ഫുൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ഇതൊക്കെ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മളവിടെ കുറച്ച് സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കുന്ന സമയമാണ് റിവിഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് റിവിഷൻ എന്ന് പറയുന്നത്. ചില പോർഷൻസ് സ്കിപ്പ് ചെയ്യാൻ തീരുമാനിക്കും, ചിലർ ഹൈ വെയിറ്റേജ് ഉള്ള ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ബാക്കിയുള്ള ഏരിയാസിൽ RTP MTP ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യും. ചിലർ എനിക്ക് തിയറി ആണോ എനിക്ക് കേസ് സ്റ്റഡി ആണോ പറ്റുന്നുണ്ടാവുക എന്ന് നോക്കിയിട്ട് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പോലുള്ള ചാപ്റ്റേഴ്സ് എടുക്കണോ വിടണോ ഈ വക ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു ടൈമാണ് അല്ലേ? സോ ഈ ഡിസിഷൻസ് എടുക്കുന്ന പ്രോസസ്സ് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേണം. അതൊരിക്കലും ഒരു എന്നെ കൊണ്ട് 100 പറ്റത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനൊരു സ്ട്രാറ്റജിയിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ്. ഒബ്വിയസ്ലി എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഈ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കും. അതൊരു വൈസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആസ് എ പ്രൊഫഷണൽ അല്ലെങ്കിൽ ആസ് എ ബഡിങ് പ്രൊഫഷണൽ നിങ്ങൾ അത് അപ്ലൈ എടുക്കുന്നത് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് അല്ലേ? നമ്മൾ ഒന്നും പ്ലാനിങ് ഇല്ലാതെ ചാപ്റ്റർ 1, 2 ചാപ്റ്റർ ലാസ്റ്റ് വരെ ഇങ്ങനെ അങ്ങ് പഠിച്ചു പോകുന്നു. എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാം. അതൊരിക്കലും ഒരു നല്ല സ്ട്രാറ്റജി ആയിരിക്കത്തില്ല. നമ്മുടെ ഫ്രണ്ടിൽ എത്ര ടൈമുണ്ട്, നമുക്ക് റിവൈസ് ചെയ്യാൻ എത്ര ടൈമുണ്ട്, ഇതിനെ അനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇനി ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? നമ്മൾ തൊട്ടപ്പുറത്തെ ഫ്രണ്ടിനോട് പോയി ചോദിക്കണം, നീ ഏതൊക്കെയാണ് സ്കിപ്പ് ചെയ്തേ? ഓക്കെ, ഞാനും അത് സ്കിപ്പ് ചെയ്യാം അല്ലേ? നീ ഏതിനാ കൂടുതൽ വെയിറ്റേജ് കൊടുത്തേ? എന്നാൽ ഞാനും അതിന് വെയിറ്റേജ് കൊടുക്കാം. അങ്ങനെയാണോ? ഒബ്വിയസ്ലി അങ്ങനെ ആവാൻ പാടില്ല. നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് നിങ്ങൾ അതിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് തന്നെയാണ്. ICAയുടെ സൈറ്റിൽ നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്. രണ്ടാമത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആണ്. നിങ്ങൾ ഇതുവരെ എക്സാം എഴുതിയിട്ടില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക എന്നുള്ളതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടോ? നിങ്ങൾ മോക്ക് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ഹിഡൻ പാറ്റേൺ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനുണ്ട്. അതായത് നിങ്ങൾ ഫൗണ്ടേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് September 24 June 24 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഓരോ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് വന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം ക്വസ്റ്റ്യൻ 1ൻ്റെ A. ക്വസ്റ്റ്യൻ 1ൻ്റെ Aന് 3 ഡിവിഷൻ ഉണ്ട് അല്ലേ? അതിൽ 1, 2, 3 എന്ന് പറഞ്ഞ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നാണ്. അതുപോലെ ക്വസ്റ്റ്യൻ 1ൻ്റെ B പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1, 2 2 ഡിവിഷൻസ് ഉണ്ട്. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളത് കമ്പനീസ് ആക്ടിൽ നിന്നാണ്. അതുപോലെ C എടുത്തു കഴിഞ്ഞാൽ അത് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിന്നാണ്. ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് June 24 എക്സാമിനും ചോദിച്ചിട്ടുള്ളത്. സോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലാസ്റ്റ് നടന്ന June, September 2 ആഫ്റ്റർ ന്യൂ സിലബസിന് ശേഷം വന്നിട്ടുള്ള 2 അറ്റംപ്റ്റുകളിലും ഈ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്. സോ ഈ മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസിലും ഇതേ പാറ്റേൺ വിസിബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഷോ യു. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. മനസ്സിലായോ എന്താ സംഭവം എന്ന്? അതായത് മൊത്തം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലൊന്ന് കമ്പൾസറി ക്വസ്റ്റ്യൻ ആണ്. 2 മുതൽ 6 വരെയുള്ള 5 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്സ് വീതമായിരിക്കും വരുന്നുണ്ടാവുക. ഈ പാറ്റേൺ അറിയാമായിരുന്നോ? ഈ പാറ്റേൺ അറിയണം. സോ നോക്കിയേ, അതിൽ ക്വസ്റ്റ്യൻ 1 കമ്പൾസറി എന്ന് പറയുമ്പോൾ എന്താ സംഭവം? എന്നോട് ഒരു തവണ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, കമ്പൾസറി ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ തോറ്റു പോകുന്നതാണോ എന്ന്. അങ്ങനെയാണോ? ഒബ്വിയസ്ലി അല്ല. അതിന് പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നുമില്ല. ക്വസ്റ്റ്യൻ 1 അറിയാമെങ്കിൽ എഴുതുക, അതിന് അത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ 2, 3, 4, 5, 6 അങ്ങനെയല്ല. ഇതിൽ 5 എണ്ണം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന എഴുതിയാൽ മതി, ഏതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്യാം. അറിയാവുന്ന 4 എണ്ണം എഴുതിയാൽ മതി. സോ ആ 4 ക്വസ്റ്റ്യൻ 20 മാർക്ക്, കമ്പൾസറി ക്വസ്റ്റ്യൻ 20 മാർക്ക്, അങ്ങനെ ആയിരിക്കും 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വരിക. സോ അതിനകത്ത് ഒരു കാര്യം കൂടെ, അതായത് ഈ മിക്കവാറും കേസസിൽ ഈ ക്വസ്റ്റ്യൻ 6ൻ്റെ പാർട്ട് B ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, കോൺട്രാക്ട് ആക്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുക അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതുക. അവിടെ ഒരു ഓപ്ഷൻ കിട്ടും. സോ നോക്കിയേ, ഇത് യൂഷ്വലി വരിക പാർട്ട് 6 ക്വസ്റ്റ്യൻ 6ലേക്ക് വരുമ്പോൾ ഇത് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും പാർട്ട് A. ഇത് ഓപ്ഷൻ വരുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ C വരുന്നത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് 1 എഴുതിയാൽ മതി. ഈ ഒരു പാറ്റേൺ മൊത്തത്തിൽ ഇങ്ങനെയാണ് കേട്ടോ. അതായത് ജനറലി വരിക ക്വസ്റ്റ്യൻ 1നെ ഇങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അതായത് പാർട്ട് A, B, C എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യുമ്പോൾ പാർട്ട് Aക്ക് 7 മാർക്കും പാർട്ട് Bക്ക് 7 മാർക്കും പാർട്ട് Cക്ക് 6 മാർക്സും, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് 20 മാർക്സ്. അങ്ങനെയാണ് യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പർ വരാറ്. 6ാമത്തെ ക്വസ്റ്റ്യന് മാത്രം ഇങ്ങനൊരു
ട്വിസ്റ്റ് ഉണ്ടാകും. 6 ആയിരിക്കും നടുക്ക് വരിക പാർട്ട് ബി ആയിട്ട്, അതും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ നോക്കിയാൽ നിങ്ങൾ ശരിക്കും എത്ര മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആണ്? 126 അല്ലേ? 100 പ്ലസ് ഇവിടെ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ പ്ലസ് ഈ 6 മാർക്ക്. ഈ 126 നിങ്ങൾ എത്ര മാർക്സിന് എഴുതിയാൽ മതി? 100 മാർക്സിന് എക്സാം എഴുതിയാൽ മതി അല്ല, അങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതുക. അപ്പോൾ ഈ 26 മാർക്ക് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 30 മാർക്ക് വെയിറ്റേജ് ഉള്ള കോൺട്രാക്ട് ആക്ട് അങ്ങ് സ്കിപ്പ് ചെയ്താലോ, പിന്നെ 4 മാർക്കിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ പറ്റുമോ? ഇല്ല. അതിനാണ് ഈ പാറ്റേൺ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഈ പാറ്റേൺ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച്, നമ്മൾ വെയിറ്റേജ് ഏതിനാണോ കൂടുതൽ കൊടുത്തത് അതിനനുസരിച്ച് ഏത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ ടൈം എക്സാം ഹാളിൽ വെച്ച് കളയാൻ പാടില്ല. ആ ഡിസിഷൻ ഈ ഒരു പാറ്റേൺ തന്നെയാണ്. നിങ്ങൾ വരാൻ പോകുന്ന എക്സാമിന് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇത് തന്നെയാണ് പാറ്റേൺ എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രീ പ്ലാൻഡ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ഏതെടുക്കും ഏത് വിടും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അല്ലെങ്കിൽ അത് ആലോചിക്കാൻ നിങ്ങൾ 2-3 മിനിറ്റ് എടുക്കുന്നത്, ആ മിനിറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഈ പാറ്റേൺ തന്നെയാണോ എന്ന് ഉറപ്പിക്കുക. സെക്കൻഡ് തിങ് നിങ്ങളുടെ സ്ട്രാറ്റജിയെ അവിടെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. സോ നോക്കിയേ, എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ അറിഞ്ഞത് വെച്ച് നമ്മൾ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് എ 7, പാർട്ട് ബി 7, പാർട്ട് സി 6 എന്ന മാർക്സ് വരിക എന്ന് വെച്ചാൽ 7 മാർക്കിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കുമോ ക്വസ്റ്റ്യൻ 1ൻ്റെ പാർട്ട് എ ആയിട്ട് വരിക? അല്ല, അത് പല രീതിയിൽ വരാം. ഒന്നെങ്കിൽ 7 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനും വരും, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് വീതം. ഈ ഒരു പാറ്റേണാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. സോ ഇതിങ്ങനെ ഓരോ എക്സാമിനും മാറി മാറി വരും. ഈ പാർട്ട് എ ബി സിയിൽ ഇന്ന ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും ഈ പാർട്ടിൽ ക്വസ്റ്റ്യൻസ് വരിക. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് കോൺട്രാക്ട് ആക്ടിൽ നിന്നായിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലെ സബ് ഡിവിഷൻസ് ഏത് രീതിയിൽ വേണമെങ്കിലും മാറാം. അത് ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ആകാം, 2 ക്വസ്റ്റ്യൻ ആകാം, 3 ക്വസ്റ്റ്യൻ വേണമെങ്കിലും ആകാം. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ ഒന്നെങ്കിൽ 6 മാർക്കിൻ്റെ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആകും. അങ്ങനെയൊക്കെ മാറി വരും. അതിന് മാറ്റം വരും എക്സാം ടു എക്സാം. പക്ഷെ മാറ്റമില്ലാത്ത കാര്യം എന്താ, ഇതേ സെയിം പാറ്റേൺ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത തവണയും പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ 1ൻ്റെ പാർട്ട് എയിൽ 7 മാർക്ക് കോൺട്രാക്ട് ആക്ടിൻ്റെതായിരിക്കും, അടുത്ത 7 മാർക്ക് കമ്പനീസ് ആക്ടിൻ്റെതായിരിക്കും, അടുത്ത 6 മാർക്ക് പാർട്ട്ണർഷിപ്പിൻ്റെതായിരിക്കും. സെയിം ഫോർ ക്വസ്റ്റ്യൻ 2. ആദ്യം സെയിൽ ഓഫ് ഗുഡ്സിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും, പിന്നെ കമ്പനീസ് ആക്ട് ആയിരിക്കും, പിന്നെ LLP ആയിരിക്കും. സോ അവിടെ ആദ്യം നിങ്ങൾ നോക്കേണ്ട കാര്യം കോൺട്രാക്ട് ആക്ടിൻ്റെ അവസ്ഥയൊന്ന് നോക്കിയേ. നിങ്ങൾ കോൺട്രാക്ട് ആക്ട് സ്കിപ്പ് ചെയ്യുക എന്നൊരു ഡിസിഷൻ എടുക്കാനേ പാടുണ്ടോ? ഇല്ല. ബിക്കോസ് നോക്കിയേ, ക്വസ്റ്റ്യൻ 1ൽ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, ക്വസ്റ്റ്യൻ 2ലില്ല, ക്വസ്റ്റ്യൻ 3ലുണ്ട്, ക്വസ്റ്റ്യൻ 4ലുണ്ട്, ക്വസ്റ്റ്യൻ 5ലും ഉണ്ട്, ക്വസ്റ്റ്യൻ 6ലും ഉണ്ട്. ക്വസ്റ്റ്യൻ 6ലാണെങ്കിൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും 6 എഴുതാൻ പറ്റത്തുള്ളൂ കേട്ടോ. 2 അറിയാവുന്നതാണെങ്കിലും 1 എഴുതാൻ പറ്റത്തുള്ളൂ. 2 അറിയാമെന്ന് വെച്ച് 2 എഴുതി സമയമൊന്നും കളയാൻ നിൽക്കേണ്ട കേട്ടോ. സോ എന്താ, കോൺട്രാക്ട് ആക്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അതായിരിക്കും നമ്മുടെ ഒന്നാമത്തെ ഡിസിഷൻ. ഇനി നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പാറ്റേൺ റിയലൈസ് ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ മാറ്റാൻ പോകുന്നത്? ഫോർ എക്സാമ്പിൾ, തിയറി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്ന ആളല്ല, നിങ്ങൾ ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് നോക്കിയിട്ടേ ഇല്ല, അതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അധികം ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഏത് 4 ക്വസ്റ്റ്യൻ എഴുതാൻ പോകുക എന്നുള്ളതിൽ ഇല്ല. ബിക്കോസ് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ക്വസ്റ്റ്യൻ 4ൻ്റെ പാർട്ട് സി ആയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതിൽ 6 മാർക്ക് അവിടെ ഉണ്ടാകും അല്ലേ? അപ്പം നല്ലപോലെ തിയറി എഴുതുന്ന ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആദ്യം തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ബിക്കോസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിന്തിക്കേണ്ടി വരത്തില്ല. ഇനി തിയറി എത്ര പാടായിട്ടുള്ളവരാണെങ്കിലോ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നത്. 2, 3, 5, 6 ആയിരിക്കും നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. സോ അതുപോലെ നോക്കിയേ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഏത് ക്വസ്റ്റ്യനിലേക്കാണ് ചോദിക്കുക? ക്വസ്റ്റ്യൻ 4ലും ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ 6ലും ചോദിക്കാറുണ്ട്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിൽ നിങ്ങൾ എടുക്കണോ, ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒന്നായിരിക്കുമോ നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പോകുന്നത് ഡിസൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇമാജിനേഷൻ ആണ് കേട്ടോ. നിങ്ങൾ നെഗോഷ്യബിൾ പഠിക്കേണ്ടതൊന്നും അല്ല ഞാൻ പറയുക. എപ്പോഴും 100% പഠിക്കാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്യും. ബട്ട് നമ്മൾ അവസാനം വരുമ്പം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ഡിസിഷൻസ് എടുക്കും. അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യാനും വേണ്ടി വേണം, എക്സാം ഹാളിലും കൂടെ ആ ഡിസിഷൻ അനുസരിച്ച് പെരുമാറാൻ നിങ്ങൾക്ക് പറ്റണ്ടേ? അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നെഗോഷ്യബിൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കോൺട്രാക്ട് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീക്കും സ്ട്രോങ്ങും പോയിന്റ്സ് റിയലൈസ് ചെയ്തിട്ടായിരിക്കും ഇത്തരം ഡിസിഷൻസ് എടുക്കുക. ആ ഡിസിഷൻ എടുത്തവർ ഈ രീതിയിലുള്ളൊരു സ്ട്രാറ്റജി എക്സാം സമയത്തും കൂടെ കൊണ്ടുപോവുക, അതാണ് ഉദ്ദേശിച്ചത്. സോ നോക്കിയേ, നെഗോഷ്യബിൾ സ്കിപ്പ് ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുക ക്വസ്റ്റ്യൻ 4ഉം ക്വസ്റ്റ്യൻ 6ഉം ആയിരിക്കും. ഇനി ഞാൻ ക്വസ്റ്റ്യൻ 4 ആണോ 6 ആണോ സ്കിപ്പ് ചെയ്യാൻ എങ്ങനെ ഡിസൈഡ് ചെയ്യും?
നോക്കിയാൽ ക്വസ്റ്റ്യൻ 4ന്റെ കൂടെ വരുന്ന അടുത്ത രണ്ടെന്ന് പറയുന്നത് ഒന്ന് കോൺട്രാക്ട് ആക്റ്റും ഒന്ന് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്കുവാ. ക്വസ്റ്റ്യൻ 6 ആണെങ്കിലോ ഒന്ന് കോൺട്രാക്ട് ആക്റ്റും ഒന്ന് സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റുവാ. സോ ഈ രണ്ട് ബാക്കി ചാപ്റ്റേഴ്സിലുള്ള ഗ്രിപ്പ് എങ്ങനെയുണ്ടെന്ന് ഡിസൈഡ് ചെയ്തിട്ടായിരിക്കും 4 സ്കിപ്പ് ചെയ്യണോ 6 സ്കിപ്പ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് വൈസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇതിൽ ഓരോന്ന് പറഞ്ഞു തന്നാലും എനിക്ക് എല്ലാവരുടെയും പ്രോബിലിറ്റീസ് വെച്ചിട്ട് അല്ലെ ആ കോമ്പിനേഷൻസ് വെച്ചിട്ട് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏകദേശം റിവിഷൻ എടുക്കാറായ സമയത്ത് അറിയാം നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളത്, എന്താണ് നിങ്ങൾ കുറച്ച് മാത്രം പഠിച്ചിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി ഞാൻ ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യാൻ പോകുക എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് ഇപ്പോഴേ എടുക്കാൻ പറ്റും ഇഫ് യു ആർ റിയലി ഗുഡ് വിത്ത് യുവർ സ്ട്രാറ്റജീസ്. സോ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ നോക്കുക. ഇപ്പം ഒരു 5-10 മിനിറ്റ് പ്ലാൻ ചെയ്യുക. ഓക്കെ, ഈ രീതിയിലാണല്ലേ ക്വസ്റ്റ്യൻസ് വരിക. സോ 3 മാർക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. സോ ഓരോ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യണം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യണം, ഈ പറയുന്ന പ്രൊവിഷൻ അനാലിസിസ് കൺക്ലൂഷൻ 3 പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ, അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മാർക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോഴേ ചിന്തിക്കുക. ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ പ്രോബബിളി സ്കിപ്പ് ചെയ്യേണ്ടി വരിക എന്നുള്ളത് റെയർ കേസിൽ ഇതിനൊക്കെ മാറ്റം വരും. 100% അഷുറൻസിൽ നമുക്കിതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു പ്ലാൻ ഉള്ളതാണ് ഒരു പ്ലാനും ഇല്ലാത്തതിനേക്കാളും നല്ലത് അല്ലേ. സോ ആ പ്ലാനിങ് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് ഇപ്പം തന്നെ അതങ്ങ് സെറ്റാക്കി വെച്ചു. എക്സാം ഹാളിൽ നമുക്കത് 2-3-4 മിനിറ്റ് ആയിരിക്കും സേവ് ചെയ്ത് തരുന്നുണ്ടാവുക അല്ലേ. എത്ര നേരം കൊണ്ട് എഴുതണം, എത്ര എഴുതണം, പ്രൊവിഷൻ വേണോ, അനാലിസിസ് എഴുതണോ, കൺക്ലൂഷൻ എഴുതണോ, ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, ഓറിനകത്ത് എഴുതണം, ഏത് എഴുതണം എന്നുള്ളത് അവിടെ ചെന്ന് വായിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഇതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ കാര്യങ്ങൾ, ഇതൊന്നും ചിന്തിച്ച് സമയം കളയണ്ട. മോക്ക് എക്സാംസ് എഴുതുന്ന സമയത്ത് തന്നെ ഈ ഒരു പാറ്റേണും കാര്യങ്ങളും ആണോ എന്നുള്ളതൊക്കെ നോക്കി ഒരു മോക്കും കൂടിയൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് പ്ലാൻ ചെയ്തു പോവുക. മാക്സിമം ടൈം സേവ് ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ വൃത്തിയായിട്ട് എന്നുവെച്ചാൽ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഉദ്ദേശിച്ചത്, ഏത് രീതിയിലാണ് എഴുതണം എന്ന് പറയുന്ന ആ രീതിയിൽ ആൻസർ ഷീറ്റിലേക്ക് പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.